ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നരസിംഹാവതാരമാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് മഹാബലി ചരിതവും വാമന അവതാരവുമാണ്. ഈ ഭാഗം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ രണ്ട് കഥകളും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഭാഗവതം എന്ന് പറഞ്ഞ ആ ഫോൾഡറിൽ പ്ലേലിസ്റ്റിലെ ഫോൾഡറിലേക്ക് എടുത്തിട്ടേക്കാം. കേട്ടിട്ടില്ലാത്തവർ ഒന്ന് കേട്ടാൽ മതി, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം പാലാഴി മഥനമാണ്. വളരെ പ്രത്യേകതയും ഭക്തി ഉണർത്തുന്നതുമായ ഭാഗമാണ് പാലാഴി മഥനം. പ്രദോഷം വരുന്നു. പ്രദോഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാലാഴി മഥനത്തിൻ്റെ കഥ ഉള്ളത്. നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് പോകാം. ശ്രീശുകൻ പറയുകയാണ്, ഒരു മനോഹര മലർമാല്യവും കൊണ്ട് ഏതാനും വിദ്യാധര സുന്ദരികൾ ഭൂലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്രിപുത്രനും ശിവാംശ സംഭൂതനുമായ ദുർവാസാവ് മുനിയെ കണ്ട് ആ മാല അദ്ദേഹത്തിന് അവർ സമ്മാനിച്ചു. മാമുനീന്ദ്രൻ ആ പുഷ്പഹാരം ദേവനാഥനായ ഇന്ദ്രന് ദാനം ചെയ്തു. മഹർഷിയുടെ സന്നിധിയിൽ വെച്ചു തന്നെ മഹേന്ദ്രൻ ആ മാല്യം തൻ്റെ മൗലിയിൽ ചൂടുവാനൊരുങ്ങി. ഐരാവതത്തിൻ്റെ മസ്തകത്തിന്മേൽ അത് വെച്ചിട്ട് അതണിയാൻ തക്കവിധം അമരേന്ദ്രൻ തൻ്റെ വേണീബന്ധം അഴിച്ച് വിരലുകളാൽ കോതി വകയുന്ന സമയം മാലയിൽ നിന്നും നിർഗമിച്ച ഹൃദ്യമായ പരിമളത്താൽ ആകൃഷ്ടരായി അണഞ്ഞ അളിവൃന്ദങ്ങൾ, അതായത് വണ്ടുകൾ, ഹസ്തീന്ദ്രൻ്റെ കണ്ണുകളിലും കർണങ്ങളിലും കയറി ശല്യപ്പെടുത്തിയതിനാൽ ആ ഗജശ്രേഷ്ഠൻ തുമ്പിക്കൈ ഉയർത്തി മസ്തകത്തിൽ നിന്നും മാല വലിച്ച് താഴത്തേക്കിട്ട് ചവിട്ടിപ്പൊടിച്ചു കളഞ്ഞു. ഇത് കണ്ട ദുർവാസാവ് കോപത്തോടുകൂടി ശപിക്കുകയാണ് ഇന്ദ്രദേവനെ. എടാ ധിക്കാരിയായ ഇന്ദ്ര, ഞാൻ തന്ന മാലയെ നീ തെല്ലും ബഹുമാനിക്കാതെ നിന്റെ വാഹനമായ ഐരാവതത്തെ കൊണ്ട് ചവിട്ടിപ്പൊടിപ്പിച്ചതിനാൽ നിനക്കും നിന്റെ വംശത്തിനും ജരാനര വന്നു ഭവിക്കട്ടെ. ഇതു കേട്ട് ഇന്ദ്രദേവൻ ഭയപ്പെട്ട് ഐരാവതത്തിൻ്റെ പുറത്തു നിന്നും താഴെ ഇറങ്ങി ദുർവാസാവിൻ്റെ മുമ്പിൽ ചെന്ന് താണു വീണു തൊഴുതുകൊണ്ട് മാപ്പിരുന്നു. മാമുനെ, അടിയൻ അഹങ്കാരമോ അവിവേകമോ ഒന്നും കാണിച്ചില്ല. വിവേകബുദ്ധിയില്ലാത്ത ആനയുടെ ഈ വിധത്തിലുള്ള പ്രവൃത്തിക്ക് അടിയൻ എന്തു പിഴച്ചു? അതിന് അടിയനെ ശപിച്ചത് സങ്കടമാണ്. ശാപമോചനം നൽകി അടിയനെ അനുഗ്രഹിക്കണം. ഇതു കേട്ട് ശാന്തനായി തീർന്ന അത്രിപുത്രൻ ദേവേന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ശപിച്ചത് ഇനി തിരിച്ചെടുക്കാൻ നിവർത്തിയില്ല. പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം സേവിച്ചാൽ ശാപമോചനം സിദ്ധിക്കും എന്നു മാത്രമല്ല, അമൃതം ഭക്ഷിച്ചാൽ രോഗമരണാദികളും ആർക്കും ഉണ്ടാകുന്നതല്ല, നിത്യയൗവനവും സിദ്ധിക്കും. ഈ വിധം പറഞ്ഞുകൊണ്ട് മാമുനീന്ദ്രൻ മറഞ്ഞു. ദുർവാസാവിൻ്റെ ശാപവൃത്താന്തം ദേവലോകത്തെ ദേവന്മാർ മുഴുവൻ അറിഞ്ഞു. അവർ ആകെ പരിഭ്രാന്തരായി. എല്ലാവരും കൂടി സത്യലോകത്തു ചെന്ന് ബ്രഹ്മദേവന്റെ മുമ്പിൽ സങ്കടമുണർത്തിച്ചു. തൽക്ഷണം തന്നെ വിരിഞ്ചൻ ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. മഹാദേവനെ കണ്ട് അവർ സങ്കടം ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം അരുളി ചെയ്തു, ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ശ്രീനാരായണനാണ്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാം. അങ്ങനെ മഹേശ്വര വിരിഞ്ചാദികളും ദേവവൃന്ദങ്ങളും സനക നാരദാദി മുനികളും ചേർന്ന് നേരെ പാലാഴിയിലേക്ക് തിരിച്ചു. മഹാവിഷ്ണു
ആ സമയം പള്ളി നിദ്ര ചെയ്യുകയായിരുന്നു. എല്ലാവരും കൂടി അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ അനന്തമായി അക്ഷികൾ തുറന്ന് അവരെ വീക്ഷിച്ച് ഒന്ന് മന്ദഹസിച്ചു. ആ സമയം മൂർത്തികൾ മൂവരും ഒന്നായി ഭവിച്ച് ഒരേ ആകൃതിയിൽ മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ കാണപ്പെട്ടു. സാക്ഷാൽ ഏകമായ പരബ്രഹ്മം മായയെ അവലംബിച്ച് ത്രിമൂർത്തികളായി പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള തത്വബോധം അവർക്ക് അപ്പോഴാണുണ്ടായത്. ക്ഷണനേരം കൊണ്ട് ആ ഏകത്വം ബഹുത്വങ്ങളാൽ 3 രൂപങ്ങളായി വേർപിരിയുകയും ചെയ്തു. പുരാന്തകൻ മുരാന്തകനെ ശാപവൃത്താന്തം ധരിപ്പിച്ചു. പത്മസംഭവൻ പാലാഴി മഥനം ചെയ്യേണ്ട ആവശ്യകതയും അനുസ്മരിപ്പിച്ചു. അപ്പോൾ അരവിന്ദലോചനൻ അരുളി ചെയ്തു, ദേവകളും അസുരകളും തമ്മിലുള്ള പൂർവ്വവൈരാഗ്യങ്ങൾ മറന്ന് പരസ്പരം യോജിച്ചു വേണം മഥനം ആരംഭിക്കുവാൻ. പാശമായി വാസുകിയെയും മത്തായി മന്ദരപർവ്വതത്തെയും ഉപയോഗിക്കേണ്ടി വരും. എല്ലാവരും അത് സമ്മതിച്ചു. അസുരന്മാരെ ക്ഷണിക്കുവാൻ വിഷ്ണു പാർഷദന്മാർ ദാനവസഭയിൽ ചെന്നു. വിഷ്ണു തങ്ങളെ കബളിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ദൈത്യന്മാർ ആ ക്ഷണം സ്വീകരിച്ചില്ല. ഉടനെ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി. ഇനി മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ ആരെയാണ് അയക്കേണ്ടതെന്ന് ആലോചനയായി. പരമശിവൻ അതിനായി തൻ്റെ ഭൂതഗണങ്ങളെ നിയോഗിച്ചു. അവർ എല്ലാവരും കൂടിപ്പോയി കഴിവുറ്റു പരിശ്രമിച്ചിട്ടും ആ ശൈലത്തെ ഒന്നനക്കുവാൻ പോലും കഴിഞ്ഞില്ല. ക്ഷീണിച്ചു നിരാശരായി അവർ തിരിച്ചു വരുന്നത് കണ്ട് ഉൽപ്പലേക്ഷണൻ തൻ്റെ തൽപ്പമായ സർപ്പേശനോട് ഗിരിപ്രവരനെ എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ആദിശേഷൻ ഉടനെ ചെന്ന് ആ ശൈലത്തെ തെല്ലും ആയാസം കൂടാതെ ഒരു കടുകുമണി എന്ന വണ്ണം തൻ്റെ പത്തിമേൽ വഹിച്ച് ഭഗവാന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇനി വാസുകിയെ കൊണ്ടുവരണം. അതിനായി വിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനെ നിയോഗിച്ചു. പരമശിവന്റെ ആഭരണമായ വാസുകി കൈലാസത്തിലാണ്. അഹങ്കാരത്തോടുകൂടി ഗരുഡൻ അങ്ങോട്ടേക്ക് പറന്നു. തന്നെ കൊത്തിയെടുത്തു കൊണ്ടുപോയിക്കോളാൻ ഫണീന്ദ്രൻ സമ്മതിച്ചതനുസരിച്ച് ഖഗപ്രവരൻ അവനെയും കൊത്തിക്കൊണ്ട് ആകാശത്തിലേക്കുയർന്നു. വാസുകിയുടെ അനന്തമില്ലാത്ത വാല് ഭൂതലത്തിൽ കിടക്കുന്നു. ഗരുഡൻ വീണ്ടും താഴെ വന്ന് അതും കൂടി കൊത്തിയെടുത്തുകൊണ്ട് മേൽപോട്ടേക്കുയർന്നു. അപ്പോഴും ആ സർപ്പേന്ദ്രൻ്റെ പകുതിയിലധികം ശരീരവും ഭൂമിയിൽ തന്നെ കിടക്കുകയാണ്. ഗരുഡൻ പിന്നെയും താഴെ വന്ന് വീണ്ടും കൊത്തിക്കൊണ്ട് ഉയർന്നു. അപ്പോഴും വാസുകി അന്തമില്ലാത്ത നീളത്തിൽ ഭൂമിയിൽ തന്നെ കിടക്കുന്നു. അവസാനം എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ഉരഗപ്രവരനെ കൊത്തിയെടുത്തു കൊണ്ടുപോകുവാൻ ഗരുഡന് സാധിക്കാതെ നിരാശനായി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നാണിച്ച് തലകുനിച്ചു നിന്നു. അതുകണ്ട് ഇന്ദുചൂടൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തൻ്റെ വാമഹസ്തം മെല്ലെയൊന്ന് മുമ്പോട്ട് നീട്ടി. ഉത്തരക്ഷണത്തിൽ ആ ഉരഗപ്രവരൻ ആ കരത്തിന്മേൽ ഇഴഞ്ഞു കയറി ഒരു കാഞ്ചന കങ്കണം എന്നതുപോലെ ചുറ്റിക്കിടന്നു. ക്ഷീരസാഗര മഥനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മന്ധരത്തെ മത്താക്കി ആഴിയിലിട്ടുകൊണ്ട് വാസുകിയെ പാശമാക്കി മഥനം ആരംഭിച്ചു. അഹീന്ദ്രന്റെ തലയുടെ ഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും പിടിച്ചു. വാൽഭാഗം ആദ്യം അസുരന്മാർക്കാണ് നൽകിയത്. വാൽഭാഗം പിടിക്കുന്നത് തങ്ങൾക്ക് കുറച്ചിലാണെന്ന് അവർ പറഞ്ഞു. പിന്നീട് അവർ തലയ്ക്കൽ ഭാഗത്ത് മാറി പിടിക്കുകയാണ് ചെയ്തത്. പാലാഴി മഥന മഹായജ്ഞത്തിൽ വാനരശ്രേഷ്ഠന്മാരായ ബാലി സുഗ്രീവന്മാരും പങ്കുകൊണ്ടിരുന്നു. പാൽക്കടൽ ഘോരം കടയാൻ തുടങ്ങി.
സാഗരം ക്ഷോഭിച്ചു, കലങ്ങി പതഞ്ഞ് ഉയർന്നു. ഉത്തുംഗ തരംഗജാലങ്ങൾ ഉഗ്രമായി ഇളകി മറിഞ്ഞു. മന്ദരപർവ്വതം ചരിയാതെ അതിശക്തനായ ബാലി ഒറ്റയ്ക്ക് അത് പിടിച്ചുകൊണ്ടു നിന്നു. എങ്കിലും മഥനത്തിൻ്റെ അത്യുഗ്ര ശക്തിയാൽ പർവ്വതം വാസുകിയുടെ ബന്ധം വിട്ട് വഴുതി ആഴിയുടെ അഗാധമായ അധോ ഭാഗത്തേക്ക് താഴ്ന്നുപോയി. ദേവാസുരന്മാരും മഹർഷികളും അത് കണ്ട് അമ്പരന്നുപോയി. ആ സമയം ജഗന്മയനായ ജനാർദ്ദനൻ ഒരു ആമയായി അവതരിച്ച് പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മേൽപോട്ടേക്കുയർത്തി ആവശ്യത്തിലധികമായി അചലം അമ്പരവീഥിയിലേക്കുയർന്നപ്പോൾ ഭഗവാൻ ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിൽ പറന്നിരുന്നു. അതിനെ കീഴോട്ട് താഴ്ത്തി ജലനിരപ്പിന് സമം നിർത്തി. മഥനം വീണ്ടും ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയാൽ വാസുകി ആകെ വലഞ്ഞു, ക്ഷീണിച്ചു. കത്തിജ്വലിക്കുന്ന ഹലാഹലമെന്ന കൊടിയ വിഷം ഛർദിക്കുന്നു. ആ ഘോരമാരകമായ കാളകൂട വിഷം ഭൂമിയിൽ പതിച്ചാൽ സർവവും വെന്ത് വെണ്ണീറാകുമെന്ന് കണ്ട കരുണാവാരിധിയായ മഹാദേവൻ അത് തൻ്റെ തൃക്കൈയിൽ വാങ്ങി സ്വയം ഭക്ഷിച്ചു. അത് ഉദരത്തിലെത്തിയാൽ ആത്മവല്ലഭന് ജീവഹാനി നേരിടുമോ എന്ന് ഭയപ്പെട്ട ഉമാദേവി അത് കീഴോട്ടിറങ്ങാതിരിക്കുവാൻ വേണ്ടി പ്രാണപതിയുടെ ഗളതലം പാണി പങ്കജം കൊണ്ട് അമർത്തിപ്പിടിച്ചു. അത് ഛർദിക്കാതിരിക്കുവാൻ വേണ്ടി മറ്റേ കൈകൊണ്ട് വക്ത്രവും പൊത്തിപ്പിടിച്ചു. ആ വിഷം മഹേശ്വരൻ്റെ കണ്ഠത്തിൽ തന്നെ ഇരുന്ന് ഉറച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഗളപ്രദേശത്ത് ഒരു നീലവർണ്ണം പകർന്നു. തിരുനീലകണ്ഠനായി മഹാദേവൻ വിളങ്ങി. സാഗരം പിന്നെയും മഥനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അനുക്രമമായി സുരഭി എന്ന കാമധേനു, ഉച്ചൈസ്രവസ് എന്ന ശ്രേഷ്ഠമായ കുതിര, ഐരാവത സദൃശ്യമായ 4 കൊമ്പുള്ള വെള്ളാന, രത്നം പോലെ പ്രകാശിക്കുന്ന ചന്ദ്രക്കല, നിസ്തുല കാന്തിയെഴുന്ന കൗസ്തുഭരത്നം, പാരിജാതം, കൽപ്പകവൃക്ഷം, താര എന്ന സുന്ദരീധാമം, അപ്സരനാരികൾ, വാരുണി എന്ന മദ്യം തുടങ്ങിയവ ക്ഷീരസാഗരത്തിൽ നിന്നും പൊങ്ങി വന്നു. അവയിൽ സുരഭിയെ മഹർഷിമാരും ഉച്ചൈസ്രവസിനെയും വെള്ളാനെയും ദേവേന്ദ്രനും, ചന്ദ്രക്കലയെ പരമശിവനും, കൗസ്തുഭത്തെ മഹാവിഷ്ണുവും, താരയെ ബാലിയും, പാരിജാതത്തെയും കൽപ്പകതരുവിനെയും അപ്സരനാരികളും ദേവകളും വാരുണിയെ അസുരന്മാരും കൈവശപ്പെടുത്തി. പിന്നീട് ആഴിയിൽ നിന്നും ഉയർന്നത് ജ്യേഷ്ഠ എന്ന അമംഗളനാരിയാണ്. ഐശ്വര്യം കെട്ടവളായതുകൊണ്ട് അവളെ ആരും സ്വീകരിച്ചില്ല. അതുകണ്ട് മഹാവിഷ്ണു കനിഞ്ഞരുളി, നീ ജ്യേഷ്ഠയാണ്. പ്രഭാതത്തിൽ അടിച്ചുതളിയില്ലാത്ത ഗൃഹത്തിലും മദ്യശാലയിലും തസ്കര സംഘത്തിലും മാതൃദ്വേഷിയിലും രജസ്വലയുടെ ശയ്യയിലും മലിനവേഷധാരികളിലും ഗോമുഖത്തും നീ യഥേഷ്ടം അധിവസിച്ചുകൊള്ളുക. ജ്യേഷ്ഠ അന്തർധാനം ചെയ്ത ഉടനെ പാലാഴി മധ്യത്തിൽ നിന്നും മുളച്ച ഒരു ചെന്താമര സൂനത്തിൽ 4 പാടും ദിവ്യപ്രഭ വിതറിക്കൊണ്ട് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു. ആ ജഗന്മോഹിനി കരതലത്തിൽ ഒരു വരണമാലയുമേന്തി മന്ദം മന്ദം മുമ്പോട്ട് വന്ന് മധുസൂദനൻ്റെ മനോഹര ഗളത്തിൽ ആ മാല്യം അർപ്പിച്ചു. ഭഗവാൻ ആ ദേവിക്ക് തൻ്റെ തിരുമാറിൽ സ്ഥാനവും നൽകി. ആ സമയം നീലാംബരത്തിൽ ഒരു അത്ഭുത തേജസ് പ്രകാശിച്ചു.
ദേവവൃന്ദങ്ങളും മഹർഷികളും ആനന്ദത്തോടുകൂടി നൃത്തം ചെയ്തു. നാരദൻ വിഭഞ്ചികയിൽ ഗീതങ്ങൾ ആലപിച്ചു. ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി. മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് മഹാദേവിയെ അഭിഷേകം ചെയ്തു. ആ സന്തോഷ കോലാഹലത്തിനിടയിൽ സുവർണ ചക്ഷകത്തിൽ പീയൂഷവുമായി ധന്വന്തരമൂർത്തി ജലോപരി വന്നു പൊങ്ങി. ദാനവന്മാരാണ് അത് ആദ്യം കണ്ടത്. അവർ ബഹളത്തിനിടയിൽ അമൃത കലശവും തട്ടിക്കൊണ്ട് പെട്ടെന്ന് രംഗത്ത് നിന്നും മറഞ്ഞു. തങ്ങൾക്കു പറ്റിയ അമളി അമരന്മാർ മനസ്സിലാക്കി. ലക്ഷ്മി ദേവിയുടെ ഹാരാർപ്പണ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടെയായിരുന്നു. അതാണ് അസുരന്മാരുടെ ചതി ദേവകൾക്ക് കാണാൻ കഴിയാതെ വന്നത്. അവരെ തേടിപ്പിടിച്ച് അവരുമായി ഒരു യുദ്ധം നടത്തി അമൃതകുംഭം തിരിച്ചു വാങ്ങാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചില്ല എന്ന് വരും. ദേവന്മാർ നിരാശരായി. അവർ ഭഗവാനോട് തങ്ങളുടെ സങ്കടം ഇപ്രകാരം ബോധിപ്പിച്ചു. ശ്രീഹരി വിഷ്ണു, ഭഗവാനെ, ഇത്രയെല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ഒടുവിൽ അമൃതവും കൊണ്ടുപോയത് ദാനവന്മാരാണല്ലോ. ദുർവാസാവിൻ്റെ ശാപഫലം ഞങ്ങൾ എന്നും അനുഭവിക്കണമെന്നായിരിക്കും വിധി. ഇതുകേട്ട് ശ്രീഹരി അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കൂ, അതിനു പരിഹാരം ഞാൻ ഉണ്ടാക്കാം. അനന്തശായി അവരെ സമാധാനപ്പെടുത്തി. അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയ ദൈത്യന്മാർ ആരും പെട്ടെന്ന് ഓടി വന്ന് തങ്ങളെ കണ്ടുപിടിക്കരുത് എന്നു കരുതി ഗൂഢമായ മാർഗത്തിൽ കൂടി ചരിച്ച് വിജനമായ ഒരു രഹസ്യ സങ്കേതത്തിൽ എത്തിച്ചേർന്നു. നീതിജ്ഞനായ മഹാബലി അവരുടെ കൂട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ദുർവാസാവിൻ്റെ ശാപപരിഹാരാർത്ഥം ദേവകൾക്കു വേണ്ടി പാൽക്കടൽ കടഞ്ഞു നേടിയെടുത്ത പീയൂഷം ദൈത്യന്മാർ അപഹരിച്ചത് അധർമ്മമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. അവർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ രാജധാനിയിലേക്കാണ് പോയത്. ദാനവന്മാർ എല്ലാവരും കുളിച്ച് ശരീരശുദ്ധി വരുത്തി അമൃതം ഭക്ഷിക്കുവാനായി സങ്കേത മൈതാനത്തിൽ നിരന്നിരുന്നു. ആരാണ് വിളമ്പേണ്ടതെന്ന് ആലോചനയായി. ഞാൻ വിളമ്പാമെന്ന് പലരും പറഞ്ഞു മുമ്പോട്ട് വന്നു. വിളമ്പുന്നവർ കൂടുതൽ ഭക്ഷിച്ചാലോ എന്നുള്ള സംശയം മറ്റുള്ളവർക്കും വന്നു. ആ സമയം സുന്ദരരൂപിണിയായ ഒരു മനോഹര തരുണി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ ലാസ്യനൃത്തത്തിൻ്റെ വടിവിൽ ശരീരമൊന്നിളക്കി. പവിഴച്ചുണ്ടുകളിൽ പുഞ്ചിരി വിടർത്തി. നിരന്നിരിക്കുന്ന ദാനവന്മാരെ ആകെയൊന്ന് തൃക്കടക്കണ്ണിനാൽ കടാക്ഷിച്ചു. അതോടുകൂടി ആ ദൈത്യന്മാരുടെ ഹൃദയങ്ങളിൽ മാരൻ്റെ മലരമ്പുകൾ ചെന്നുകൊണ്ടു. സർവലോക നിയന്താവായ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അങ്ങനെയൊരു മോഹിനീ വേഷം അവലംബിച്ച് അവിടെ ആഗതനായത്. ദാനവന്മാർ ആ മോഹിനിയെ കണ്ട് അതീവ കാമത്തോടുകൂടി നീ ആര് എന്ന് ഏകസ്വരത്തിൽ ചോദിച്ചു. മോഹിനി ഇപ്രകാരം പറഞ്ഞു, ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ദാനവ സ്ത്രീയാണ്. ഉറ്റവരും ഉടയവരും ആരും എനിക്കില്ല. ഒരു നല്ല ഭർത്താവിനെ തേടി ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഹേ സുന്ദരി, എന്നെ നീ വിവാഹം കഴിക്ക്. ഞാൻ നിനക്കനുരൂപനായ ഭർത്താവാണ്. പോരെങ്കിൽ മഹാബലി ചക്രവർത്തിയുടെ ഒരു പ്രത്യേക സേവകനുമാണ് ഞാൻ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ, ഹേ സുന്ദരി, നീ എന്നെ വിവാഹം കഴിക്ക്. ഞാനാണ് ഏറ്റവും യോഗ്യനായ കാന്തൻ. ഇങ്ങോട്ടൊന്ന് നോക്ക്, ഞാൻ എത്ര സുന്ദരനാണ് എന്ന് വേറൊരുത്തൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ നിനക്കനുരൂപനായ ഭർത്താവ് ഞാനാണ് എന്ന് ഓരോരുത്തരും ബഹളം കൂട്ടി. ഉടനെ ഒരു നാണം കുണുക്കം നടിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് ആ ചഞ്ചലാക്ഷി
പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അമൃതമുണ്ണാൻ ഭാവിക്കുകയല്ലേ? അത് കഴിയട്ടെ. ഏറ്റവും ക്ഷമാശീലനായ ഒരു ധന്യനെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എൻ്റെ സ്വകാര്യ വ്രതമാണ്. ഇവിടെ അമൃത് വിളമ്പുന്ന കാര്യത്തിൽ ഒരു തർക്കം കേട്ടു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. പക്ഷേ ഒരു കാര്യം, ആരും എന്നെ തുറിച്ചു നോക്കരുത്. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് നാണം തോന്നും. അതുകൊണ്ട് നിങ്ങൾ കണ്ണുമടച്ച് വായും തുറന്നിരിക്കണം. ഞാൻ ഓരോരുത്തരുടെ വായിലും വ്യത്യാസമില്ലാതെ ഒഴിച്ചു തരാം. ഒടുവിൽ കണ്ണു തുറക്കുന്നവനാരോ അവനായിരിക്കും ഏറ്റവും ക്ഷമയുള്ളവൻ. അവൻ്റെ മുഖത്ത് ഒരു ചുംബനം ചെയ്ത് ഞാൻ അപ്പോൾ തന്നെ അവനെ വിവാഹം കഴിക്കും. ഇത് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ മതി. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. സമ്മതം, പൂർണ്ണസമ്മതം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കയ്യും കെട്ടി കണ്ണും പൂട്ടി നിരന്നിരുപ്പായി. സമയം ഏറെ കഴിഞ്ഞിട്ടും അമൃതം വായിൽ വീഴുന്നില്ല. അണകളും കോച്ചിത്തുടങ്ങി. ഓരോരുത്തർക്കും കൃത്യമായി വായിലൊഴിച്ചു കൊണ്ടുവരുന്നതിനാലായിരിക്കണം താമസമെന്ന് ഓരോരുത്തരും വിചാരിച്ചു. ഒടുവിൽ ക്ഷമയറ്റ് ഒരുത്തൻ പകുതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ പെണ്ണിൻ്റെ പൊടി പോലും അവിടെയില്ല. അവൻ വിളിച്ചു പറഞ്ഞു: അയ്യോ, അവൾ നമ്മെ കളിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അമൃത കുംഭവും കാണുന്നില്ല. അതുകേട്ട് മറ്റെല്ലാവരും പകച്ചു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. അമൃതവാണിയുമില്ല, അമൃതുമില്ല. അമ്പടി കള്ളി എന്ന് ഗർജിച്ചുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റു. എന്തു ഫലം? വളരെ നിരാശയോടും ജാള്യതയോടും കൂടി അസുരന്മാർ താന്താങ്ങളുടെ ആലയങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം പരിത്യജിച്ച് തൽക്ഷണം തന്നെ അമൃതം ദേവകൾക്കായി ദാനം ചെയ്തു. അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോകുന്നത് അരവിന്ദ നയനനാണ് എന്നറിഞ്ഞ് രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അമൃത് ഭുജിക്കുന്ന അവസരത്തിൽ അമരന്മാരുടെ അരികത്ത് വന്ന് യാചിച്ചു: ഹേ പുണ്യവാന്മാരെ, നിങ്ങൾ കഴിക്കുന്ന പീയൂഷത്തിൻ്റെ ഒരംശം ഈ വൃദ്ധനും കൂടി നൽകണമേ. ദേഹം സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പുണ്യാമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നതാണ്. ദയ തോന്നി അല്പം തരേണമേ. ദേവന്മാർക്ക് ദയ തോന്നി തങ്ങൾ ഭക്ഷിക്കുന്നതിനു മുമ്പ് തന്നെ അമൃതിൻ്റെ ഒരംശമെടുത്ത് ആ വൃദ്ധവിപ്രന് അവർ നൽകി. കമലാകാന്തൻ്റെ കൽപ്പനയനുസരിച്ച് ശത്രുനിരോധനാർത്ഥം ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ സമയം ഓടി വന്ന് പറഞ്ഞു: ഇവൻ ബ്രാഹ്മണനല്ല, പാപിയായ അസുരനാണ്. ഇവൻ്റെ വായിൽ ദംഷ്ട്രങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുകേട്ട് ലക്ഷ്മി വല്ലഭൻ തൻ്റെ സുദർശനമെടുത്ത് അവൻ്റെ കഴുത്തിൻ്റെ നേർക്കെറിഞ്ഞു. അമൃതിൻ്റെ ഒരംശം കണ്ഠത്തിൽ തങ്ങിയിരുന്നതിനാൽ കണ്ഠമറ്റു പോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്തു വീണഴഞ്ഞു. തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്ക് ജീവനുണ്ടായി. ഉദരത്തിൽ അമൃതം പ്രവേശിക്കാതിരുന്നതിനാൽ ഉടലിന് ജീവനില്ലാതെയും വന്നു. ആ അസുരൻ്റെ പേര് രാഹു എന്നാണ്. ജീവനില്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപെടാത്തതുമായ ഉടലിന് കേതു എന്നും പേരു സിദ്ധിച്ചു. തന്നെ ഒറ്റിക്കൊടുത്തതു മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട്. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അനന്തരം ദേവകൾ ഭക്തിയോടുകൂടി അമൃതം സേവിച്ച് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും മോചിതരായി. മഹാദേവനെയും ശ്രീഹരി വിഷ്ണുവിനെയും വണങ്ങി വാനവർ നാഗലോകം പൂകി ആനന്ദിച്ചു വാണു. കൽപ്പകതരുവും പാരിജാതവും ദേവേന്ദ്രൻ
അമരാവതി എന്ന ദേവലോക നഗരിയിലെ മനോഹരമായ ആരാമത്തിൽ കൊണ്ടുവന്ന് നട്ടുവളർത്തി. ഹരേ കൃഷ്ണ. ഇതാണ് പാലാഴി മഥനവും മോഹിനി അവതാരവും ഭഗവാന്റെ കൂർമാവതാരവും. ഇപ്രകാരമാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. അടുത്ത ഭാഗം ശാസ്താവിൻ്റെ ഉത്ഭവമാണ്. എല്ലാവരും ആ ഭാഗത്തിനായി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.